മുത്തശ്ശി. എന്നിട്ടെന്തുവാ, അയ്യപ്പൻ പുലിപ്പുറത്ത് കയറി പന്തളത്ത് വന്നു. അത് കണ്ടപ്പോഴേ എല്ലാരും പേടിച്ചു പോയി. അല്ല പിന്നെ അയ്യപ്പന്റെ അടുത്തല്ലേ കളി. മുത്തശ്ശി, എന്നെ എന്നാ ശബരിമലയ്ക്ക് കൊണ്ടുവന്നേ? ഈ പ്രാവശ്യം എന്തായാലും മോളെ കൊണ്ടുപോകും. ഇന്ന് അയ്യപ്പൻ പുലിപ്പുറത്താ? പോയി ഉറങ്ങ എന്റെ കല്ലു. ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങിക്കോളാം. അവൻ വിളിച്ചോ മോളെ? ഇല്ല അമ്മേ, ഫോൺ ഓഫാ. അമ്മ കിടന്നോ, അജേട്ടൻ വന്നോളൂ. ഇനി വേറൊരു കഥ. ഒരിക്കലേ എടാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളത് ഉണ്ണിക്കോട്ടാ, രാത്രി ഈ വഴി വരരുതെന്ന്. പാമ്പുണ്ടാവും. ഞാൻ അച്ഛനെ തന്നെ നോക്കി വന്നതാ. ആ, നീ ഉണ്ടായിരുന്നോ? ഇതെന്താടി? ഉച്ചക്കേ ഉണ്ണിയേട്ടൻ വന്നപ്പോ 2 ഇടിച്ചൊക്കെ കൊണ്ടുവന്നു, തോരൻ വെച്ചതാ. ആ, ഇന്ന് അജേട്ടൻ ഇത് മതി. ഇവിടെ എന്താ കഴിക്കാനല്ലേ? ഈ ഇടിച്ചക്ക് തോരനും ചോറും ഉണ്ട്, വേണോ? ഓ, അത് വേണ്ടാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അത് കല്ലു, എനിക്കൊരു ഡൗട്ട്. നീ വന്നേ എന്നാ ശരിയടി. ചെറുക്ക, അച്ഛനെയും കൂട്ടി വേഗം വന്നേക്കണേ. ഹോംവർക്ക് ചെയ്തോ? ഞാൻ ചെയ്തല്ലോ. ചെയ്തില്ല. ഞാൻ ചെയ്തെന്നേ. സത്യം ഞാൻ ചെയ്തില്ല. പ്ലീസ് ചെയ്തരണം. പറ്റൂല. ഇന്നുണ്ടാ, നാളെ ചെയ്തെന്നാ മതി. ഞാനെന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് മതി. കണക്കല്ലേ തെറ്റും. ഹായ് അച്ചായി. ചക്കരക്കുട്ടി. എന്താണ് ഇവിടെ ഒരു മണം? എന്റെ തേൻമിഠായി കൊണ്ടുവന്നോ? അയ്യോ, അച്ഛൻ പിന്നെ മറന്നോ? അച്ചായി അങ്ങനെ മറക്കുവോ? ഇന്ന് മിഠായി വാങ്ങിച്ചു കൊടുത്ത അജേട്ടനെ അവള് വഷളാക്കുന്നേ. അങ്ങനെ പറയല്ലേ സൗമ്യേ, ഷുഗറൊക്കെ വന്നാ പിന്നെ ഇത് തിന്നാൻ പറ്റുമോ? ഈ പ്രായത്തിലല്ലേ തിന്നാൻ പറ്റുള്ളൂ. അജേട്ടൻ എന്തിനാ ഫോൺ ഓഫ് ആക്കി വെച്ചേക്കുന്നേ? ഫോൺ ഓഫാണോ? അല്ലല്ലോ, ചാർജ് പോയി. ബാങ്കിൽ പോയ കാര്യം എന്തായി? അത് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ബാങ്ക് മാനേജർ പറയുവാണേ, അജയന്റെ കയ്യിൽ എപ്പോൾ കാശ് വരുന്നു അപ്പൊ കുറച്ച് അടച്ചാൽ മതി. അതേത് ബാങ്ക് മാനേജർ അങ്ങനെ പറഞ്ഞേ? പഴയ മാനേജറല്ലേ ഇപ്പോഴും അവിടെ ഇരിക്കണേ? നമുക്ക് ലോൺ തന്ന മാനേജറാണല്ലോ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അന്ന് പുള്ളി പറഞ്ഞത് എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കണമെന്നാണ്. പക്ഷെ ഇപ്പൊ പറയുവാണ് അജയന് വേണമെങ്കിൽ ആധാരം കൊണ്ടുപോയിക്കോളാൻ. പക്ഷെ ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട, ഞാൻ ലോൺ അടച്ച് തീർത്തിട്ട് ആധാരം കൊണ്ടുപോയിക്കോളാന്ന്. എങ്ങനെയുണ്ട് മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങൾ? നീ ഫുഡ് എടുത്ത് വയ്ക്കുക, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സത്യത്തില് കുളിച്ചിട്ട് വരാടി. ഒന്നും കൂടെ അയ്യപ്പന്. അത് ശരി, ഇന്നും അയ്യപ്പന് കൂടുതൽ കൊടുത്തോ? പാവല്ലമ്മേ, ഒന്നും കൂടെ കഴിക്കട്ടെ. ആ, ആയിക്കോട്ടെ. അയ്യപ്പൻ എന്ത് പറയണ്? കല്ലു, ഉള്ള തേൻ മിഠായി മൊത്തം അയ്യപ്പന് കൊടുത്തിട്ട് അയ്യപ്പന് കൊടുത്ത് ഷുഗർ പിടിപ്പിക്കല്ലേ കേട്ടോ. ഫാഷൻ ഡിസൈനർ രാത്രിയിലും തയ്യാലാണല്ലേ. കളിയാക്കല്ലേ, നമ്മൾ പഴയ 10ാം ക്ലാസ്സും തയ്യലോ. ജീവിച്ചോക്കോട്ടെ. അതെ, നമുക്കൊരു ടൈലറിംഗ് യൂണിറ്റ് ഇട്ടാലോ? അല്ല ഇപ്പൊ അല്ല, പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ കഴിക്കട്ടെ. നീ എടുത്ത് വെച്ചിട്ടില്ലേ? മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തോ അമ്മേ, മനസ്സിലായി. കല്ലുവിനെ മലയ്ക്ക് കൊണ്ടുപോകണം. ഇത്തവണ ഞങ്ങൾ പോയിരിക്കും. കല്ലു, അയ്യപ്പനോട് പറഞ്ഞേക്ക് ഇത്തവണ നമ്മൾ വരുമെന്ന്. സത്യമായിട്ടും നമ്മളല്ല, ഞങ്ങൾ ഇത്തവണ മലയ്ക്ക് പോയിരിക്കും അല്ലേ? സത്യമായിട്ടും കൊണ്ടുപോവോ? കൊണ്ടുപോടാ. ഞങ്ങളും വരുന്നുണ്ട് കേട്ടോ. തുള്ളിക്കൊണ്ടുവരുന്നുണ്ടേ തുള്ളിക്കൊരു കുടമെന്ന മഴ. അപ്പൊ നമുക്കിതൊന്നുകൂടെ പാടിയാലോ? തുള്ളിക്കൊണ്ടുവരുന്നുണ്ടേ തുള്ളിക്കൊരു കുടമെന്ന മഴ. കൊള്ളാമീ മഴ, കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ആഹാ, ഇന്നും അയ്യപ്പനാണല്ലോ. സൈലൻസ്. ഇവിടെ ഇപ്പൊ ആരുടെ അറ്റൻഡൻസ് വിളിച്ചേ? ഇരുടാ അവിടെ. താങ്ക് യു ടീച്ചർ. എന്താ സംഭവം?
അതാ കല്ലു സ്വപ്നം കണ്ടതാ. ഇവളൊക്കെ സ്വപ്നം കാണാനാണോ ഇങ്ങോട്ട് വരുന്നത്? കല്ലു ഇത്തവണ മലയ്ക്ക് പോകുന്നില്ലേ? അച്ഛനെന്നെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ടീച്ചറെ, ഈ പെണ്ണുങ്ങളെ ശബരിമല കേട്ടില്ല എന്ന് പറയുന്നത് അവളാണോ? നീ ഇന്നത്തെ ഹോംവർക്ക് ചെയ്തോടാ? ടീച്ചർ അതേ ഇവനും ചെയ്തില്ല. തുള്ളിക്കൊണ്ടുവരുന്നുണ്ടേ തുള്ളിക്കൊരു കുടമെന്ന മഴ. പെണ്ണുങ്ങളെ ശബരിമല കയറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും നമ്മളെ ഇനി ക്ലാസ്സിൽ കയറ്റത്തില്ല. സമാധാനമായല്ലോ. ഇവിടെ ഒരുത്തരെ പണിക്ക് നിർത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ ചായ കുടി മൂത്രമൊഴി, ചായ കുടി മൂത്രമൊഴി. അത് കഴിഞ്ഞിട്ട് വരാൻ അവന് സമയമില്ലല്ലോ. ഞാൻ പുള്ളിക്കാരത്തെ മേടിച്ചോളാം. ആ, തമ്പുരാൻ വന്നോ? ഒരു 10 മിനിറ്റ് അകത്തോട്ട് കയറി ഇരിക്കാവോ? എപ്പോ നോക്കിയാലും അവിടെ പോയിരുന്ന് ചായ കുടിച്ചോണ്ടിരുന്നാ മതിയോ? എന്നാ അതോട്ട് കയറ്റി പോയി. ഇതേ രാവിലെ തൊട്ട് 5-6 പ്രാവശ്യമായി പോലീസ് ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. എന്താന്നല്ല അറിഞ്ഞായിരുന്നോ? അയ്യപ്പങ്കാവിന്റെ കൊക്കേന്നേ ഒരു ബോഡി കിട്ടിയായിരുന്നു. അത് പറ. അപ്പൊ അവരെ പട്ടടയെ പോക്കാൻ വേണ്ടി പോകുന്ന പോക്ക. നിന്നെ അന്വേഷിച്ച അമ്പാടി വന്നായിരുന്നു കേട്ടോ. ആണോ? അത് കുഴപ്പമില്ല. എടാ നമുക്ക് അത്ര കുഴപ്പമില്ലാത്ത കാര്യമല്ല. അതെ, നമുക്കൊരു ചായ കുടിച്ചാലോ? കുടിച്ചേക്കാം. കേറി വരാത്. അവന്റെ ചായ കുടി മൂത്രമൊഴി. മൂന്ന് ചായ. ഒന്നില മധുരം വേണ്ടേ? സ്ഥിരം കേൾക്കാറുള്ളല്ലേ, എനിക്കറിയാം. അജയൻകുട്ടിന് ഷുഗർ ഉണ്ടോ? പിന്നെ ഓ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇടയ്ക്ക് അയ്യപ്പൻകാവിലോട്ടൊക്കെ പോകാത്ത എന്താ? അജ്ഞാത ജടമായിട്ട് ആ പത്രത്തിൽ തന്നെ പടം വരുത്തായിരുന്നു. അടിച്ചടിച്ച് ലിവർ ഇല്ലാത്ത ആളാ നിന്റെ ഷുഗറിനെ കുറ്റം പറയാൻ വരുന്നത്. ആ കല്ലൂസേ, പാലെടുത്ത പിള്ളേർക്ക് എന്റെ പൊന്നച്ച എവിടെ പോയതാ? എന്റെ ചുന്ദരി കുട്ടിയെ കാത്തിരിക്കുവായിരുന്നു. ചുമ്മാ ആടി നിന്നെ വിളിച്ചോട്ട് വന്നതാ. എന്തൊരു ഒച്ചപ്പാടും ബഹളോടാ. നിനക്ക് അതിനോട് വല്ല ശത്രുത ഉണ്ടോ? ഒച്ച ഉണ്ടാക്കാണ്ട് തന്നെ. അത് എനിക്കും വേണ്ട. എന്താ കഴിക്ക്? എനിക്ക് വേണ്ടാന്നേ. ചോദിച്ചോ? അച്ഛാ, നമ്മുടെ കുടുംബശത്രുവാണെന്ന് തോന്നുന്നു. രണ്ടു വളം ഉണ്ടാക്കി വെച്ചേക്കുന്നേ. കണ്ടാ തന്നെ പേടിയാവും. ഹേയ്, രൂപ മാത്രമേ ഉള്ളൂ. ആള് സാധുവാ. അല്ലേലും ശരിക്കുള്ള പ്രശ്നക്കാർ പുറത്താണല്ലോ. മോളെന്തിനാ പേടിക്കുന്നത്?